അനന്യയും അശ്വനും ധൈര്യത്തോടെ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഗുഹ ഇരുണ്ടതും തണുപ്പുള്ളതുമായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവർ മുന്നോട്ട് നടന്നു. ഗുഹയുടെ ഭിത്തികളിൽ തിളങ്ങുന്ന പരലുകൾ കാണാൻ സാധിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു വലിയ അറയിലെത്തി. അറയുടെ മധ്യത്തിൽ ഒരു കൽത്തൂൺ ഉണ്ടായിരുന്നു. ആ തൂണിൻ്റെ മുകളിൽ തിളങ്ങുന്ന ഒരു വജ്രം സ്ഥാപിച്ചിരുന്നു. മോതിരത്തിൻ്റെ നഷ്ടപ്പെട്ട അതേ വജ്രം. അനന്യ ആവേശത്തോടെ ആ വജ്രമെടുക്കാൻ കൈനീട്ടി. എന്നാൽ അവളുടെ കൈ വജ്രത്തെ തൊട്ടതും ഗുഹയുടെ തറയിൽ നിന്ന് ഒരു ഭീകരമായ വിറയൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് കൽത്തൂണിനു ചുറ്റും ഒരു വെളിച്ചം വലയം ചെയ്തു. ആ വെളിച്ചത്തിൽ നിന്ന് കിണറ്റിൻ കരയിൽ കണ്ട അതേ ഭീകരജീവി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അനന്യയ്ക്കും അശ്വനും പ്രതികരിക്കാൻ സമയം കിട്ടുന്നതിനു മുൻപേ ആ നിഴൽ രൂപം അശ്വനെ ബലമായി പിടിച്ച് വായുവിൽ ഉയർത്തി. അശ്വൻ നിലവിളിച്ചു, രക്ഷിക്കണേ എന്ന് കേണു. നിമിഷങ്ങൾക്കകം ആ ഭീകരജീവി അവനെയും കൊണ്ട് ഗുഹയുടെ ഒരു ഭിത്തിയിലേക്ക് മറഞ്ഞു. അശ്വൻ അപ്രത്യക്ഷനായി. അനന്യ തളർന്ന് നിലത്തിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പരിഭ്രാന്തയായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ കൽത്തൂണിൽ പതിഞ്ഞ ലിഖിതത്തിലേക്ക് പോയത്. ഹൃദയം തുറക്കുന്ന താക്കോൽ കൊണ്ട് സ്പർശിക്കുമ്പോൾ രഹസ്യം വെളിപ്പെടും. അനന്യ വേഗം മോതിരത്തിലെ മറ്റ് 2 വജ്രങ്ങളിൽ ഒന്നിനെ അമർത്തി. അതിൽ നിന്ന് ഒരു നേരിയ വെളിച്ചം പുറത്തു വന്നു. അവൾ ആ വെളിച്ചം 3ാമത്തെ വജ്രത്തിലേക്ക് കേന്ദ്രീകരിച്ചു. അപ്പോൾ ആ വജ്രം പതിയെ തിളങ്ങാൻ തുടങ്ങി. അവൾ ആ വജ്രമെടുത്ത് മോതിരത്തിൽ വെച്ചു. വജ്രം മോതിരത്തിൽ വെച്ചതും കൽത്തൂണിൽ പുതിയ ചില ലിഖിതങ്ങൾ തെളിഞ്ഞു വന്നു. നിന്റെ കൂട്ടുകാരനെ വീണ്ടെടുക്കാനും ഈ വനത്തിൻ്റെ രഹസ്യം കണ്ടെത്താനും നിനക്കൊരു ദൗത്യമുണ്ട്. രഹസ്യത്തിൻ്റെ ആദ്യ സൂചന ബന്ധനത്തിൻ്റെ താഴ്വരയിലാണ്. ബന്ധനത്തിൻ്റെ താഴ്വര എന്ന പേര് കേട്ടപ്പോൾ അനന്യയുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ ഒരു ഓർമ്മ കടന്നുപോയി. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ അവളുടെ അച്ഛൻ അവസാനമായി പറഞ്ഞത് ആ സ്ഥലത്തെക്കുറിച്ചായിരുന്നു. ഒരുപക്ഷെ അശ്വിനെയും അച്ഛനെയും തടവിലാക്കിയിരിക്കുന്നത് അവിടെയായിരിക്കാം. മോതിരത്തിലെ പ്രകാശം ഇപ്പോൾ താഴ്വര ലക്ഷ്യമാക്കി തിരിഞ്ഞു. അശ്വിനെയും അച്ഛനെയും കണ്ടെത്താനുള്ള ദൃഢനിശ്ചയത്തോടെ അനന്യ ആ പ്രകാശത്തെ പിന്തുടർന്ന് മുന്നോട്ട് നടന്നു. ആ വനത്തിൻ്റെ രഹസ്യം അവളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണെന്ന് അവൾക്ക് ഉറപ്പായി.